പുതിയ റേഷൻ കാർഡ് കിട്ടിയപ്പോൾ വിധവയും ക്യാൻസർ രോഗിയുമായ സഹോദരികൾ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തായി. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര കനാൽ പുറമ്പൂക്കിൽ താമസിക്കുന്ന പട്ടികവർഗത്തിൽപ്പെട്ട സഹോദരിമാരാണ് ദുരിതത്തിലായത്. വെട്ടിയാട്ടിൽ പരേതനായ കുട്ടപ്പന്റെ ഭാര്യ അമ്മിണിയും സഹോദരിയും ക്യാൻസർ രോഗിയുമായ തങ്കമ്മയുമാണ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തായത്. കനാൽ പുറമ്പോക്കിലെ 3 സെന്റ് ഭൂമിയിലാണ് വർഷങ്ങളായി ഈ സഹോദരിമാർ താമസിക്കുന്നത്. അമ്മിണിയുടെ ഭർത്താവ് കുട്ടപ്പൻ 15 വർഷം മുൻപ് മരിച്ചുപോയി. ഏക മകളും 7 വർഷം മുൻപ് മരിച്ചു. അവിവാഹിതയായ സഹോദരി തങ്കമ്മ മാത്രമാണ് ഇപ്പോൾ അമ്മിണിക്ക് കൂട്ടുള്ളത്. എന്നാൽ 3 വർഷം മുൻപ് തങ്കമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചതോടെ വിധി വീണ്ടും ഈ കുടുംബത്തെ വേട്ടയാടാൻ തുടങ്ങി. 73-കാരിയായ അമ്മിണിക്കും 61 വയസ്സുള്ള രോഗിയായ തങ്കമ്മയ്ക്കും ഇപ്പോൾ ജോലിക്ക് പോകാനാകുന്നില്ല. അമ്മിണിക്ക് ലഭിക്കുന്ന വാർദ്ധക്യ പെൻഷനും തങ്കമ്മയ്ക്ക് കിട്ടുന്ന അവിവാഹിത പെൻഷനും കൊണ്ടാണ് ഇവർ ജീവിതം തള്ളി നീക്കുന്നത്. നേരത്തെ BPL കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് അന്നപൂർണ അന്ത്യയോജന പദ്ധതി പ്രകാരം പ്രതിമാസം 35 കിലോഗ്രാം അരി ഇവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കാർഡ് മാറ്റത്തെ തുടർന്ന് ഈ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തായി. പൊതുവിഭാഗം റേഷൻ കാർഡാണ് ഇവർക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം റേഷൻ ആനുകൂല്യങ്ങൾക്ക് ഇവർ അർഹരല്ലാതായി. റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലായതിനാൽ തങ്കമ്മയുടെ ക്യാൻസർ രോഗ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ മരുന്നിനും പരിശോധനയ്ക്കും പണം നൽകേണ്ട ഗതികേടിലാണെന്ന് അമ്മിണി പറയുന്നു. ഞങ്ങൾക്ക് വേറെ ആരും ഒരു പൈസ പോലും തരാനാളില്ല. ആകെ കിട്ടേണ്ട ഈ പെൻഷൻ കിട്ടുന്നതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അനീറ്റിക്ക് ക്യാൻസറായിട്ട് ഒരു ഭാഗം കംപ്ലീറ്റും എടുത്ത് കളഞ്ഞ ഒരു അനീറ്റി 61 വയസ്സായി. അവളെ സംരക്ഷിക്കാൻ ആരുമില്ല. ഞാനല്ലാതെ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഒരു വഴിയുമില്ല. മുഴുവൻ പട്ടികവർഗക്കാരെയും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ചട്ടം നിലനിൽക്കുമ്പോഴാണ് ക്യാൻസർ രോഗിയും വിധവയുമായ വൃദ്ധകളെ പൊതുവിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. മാരക രോഗവും അനാഥത്വവും പേറി വിധി വേട്ടയാടുന്നതിനിടയിലാണ് അധികൃതരുടെ ഈ അവഗണന. TCV കൊടകര.